കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ 26-നായിരുന്നു കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമെല്ലാം റോഡിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചരണ സാമഗ്രികളും മെയ് 10-നകം നീക്കണമെന്നാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും നിരവധി ബോർഡുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും ഹോർഡിങ്ങുകളുമെല്ലാം LDF പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇവ നീക്കം ചെയ്യണം. പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി രംഗത്ത് വരണമെന്നും CPM നേതൃത്വം ആഹ്വാനം ചെയ്തു. കേരളത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള CPMന്റെ ആഹ്വാനം വന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായി 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡുകളിലും മതിലുകളിലുമെല്ലാം സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. വഴിയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ഇവ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് വരെ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കാൻ മത്സരിക്കുന്നവർ തിരഞ്ഞെടുപ്പിന് ശേഷം അവ അവിടെ നിന്ന് നീക്കം ചെയ്ത് റോഡുകളും ചുവരുകളുമൊക്കെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. കൊടികളും ബാനറുകളും മറ്റും റോഡിലേക്ക് നീക്കി സ്ഥാപിച്ചിരിക്കുന്നത് വാഹനമോടിക്കുന്നവർക്ക് അപകടം പറ്റുന്നതിനിടയാക്കും. ഇത്തരത്തിൽ ജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഈ തോരണങ്ങളും കൊടികളുമെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വേഗത്തിൽ തന്നെ നീക്കം ചെയ്യാൻ എല്ലാ മുന്നണികളും തയ്യാറാകണം. ചുവരുകളിലും മറ്റും ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ ചിലർ കീറി റോഡിൽ തന്നെ ഇടുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനുമിടയാക്കും. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ തീരുമാനം എല്ലാ മുന്നണികൾക്കും മാതൃകയാക്കാവുന്നതാണ്.